ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനിതാസ് വേൾഡിലേക്ക് സ്വാഗതം. മാങ്ങ അച്ചാർ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ കുറച്ച് മാങ്ങ കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കട്ടി കൂട്ടിയൊന്നും അരിയരുത്, വളരെ കട്ടി കുറച്ച് വേണം ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ അരിയേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് മാങ്ങ അരിഞ്ഞ് തലേ ദിവസം മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് അതൊരു 3-4 ദിവസം ഉപ്പ് വെള്ളത്തിലിട്ട് അങ്ങനെ വെച്ചിരിക്കും. അപ്പോഴേ നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലോട്ട് ആ മാങ്ങ ആവത്തുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ഇത് പുരട്ടി രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം മുതൽ തന്നെ നമുക്ക് ഇത് അച്ചാറായിട്ട് യൂസ് ചെയ്യാം. ഈ മാങ്ങ ഉപ്പുപൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാം. രാവിലെ എടുക്കുമ്പോൾ അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് ഈ അച്ചാർ ഇങ്ങനെ മാങ്ങ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒത്തിരി ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ഇന്നലെ രാത്രി തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, നല്ലതായിട്ടുണ്ട് മാങ്ങ അച്ചാർ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇതിന് ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല. ഇതിന് വെളിച്ചെണ്ണയെ ചേർക്കാവൂ, നല്ലെണ്ണ ചേർക്കരുത്. അത് കണക്ക് കായമോ ഉലുവാപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻസും എല്ലാം ഇടണം.